കേരളത്തിലെ MSME മേഖലയെ സംബന്ധിച്ച് ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വന്ന വാർത്ത പ്രത്യേക അജണ്ടയുടെ ഭാഗമാണെന്ന് മന്ത്രി പി രാജീവ്. കേരളത്തിനെതിരെയുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാ മാധ്യമങ്ങളും പൊതുവെ നമ്മുടെ സമ്മിറ്റിനെ വളരെ പോസിറ്റീവായിട്ടാണ് അവരെടുത്തത്. സംരംഭക സമൂഹം ഒറ്റക്കെട്ടായി കേരളം വളരെ മെച്ചപ്പെട്ട രൂപത്തിൽ പോകുന്നു എന്ന അഭിപ്രായം വന്നു. ഇന്ത്യയിൽ മറ്റു പലയിടങ്ങളിൽ ഇതിന് ശേഷം നടന്ന സമ്മിറ്റുകളും കൂടിയായി താരതമ്യം ചെയ്തപ്പോൾ നമ്മുടെ സമ്മിറ്റിന്റെ മഹത്വം ഒന്നുകൂടി വളർന്നു. പലയിടങ്ങളിൽ നമ്മൾ മീഡിയയിൽ കാണുന്നുണ്ടല്ലോ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ളത്. അപ്പൊ അത് നല്ലൊരു അന്തരീക്ഷം വന്നപ്പോ ബോധപൂർവമായൊരു ശ്രമം നിയമസഭയിൽ കൊടുത്തതാണ് എന്ന് കാര്യം മറച്ചുവെച്ച് ഏതാണ് സോഴ്സ് എന്ന് അറിയിക്കാതെ ഇത് 9 വർഷ കാലഘട്ടത്തിലുള്ള എണ്ണം ലോകത്തിന്റെയോ ഇന്ത്യയുടെയോ കേരളത്തിന്റെയോ ചരിത്രത്തിലെ വലിയൊരു അപകടകരമായ കണക്കല്ല എന്ന വസ്തുത മറച്ചുവെച്ച് തട്ടുകട, പെട്ടിക്കട, മുറുക്കാൻ കട എന്ന അനക്ഷറിനകത്ത് എഴുതിയ പേരുകൾ പോലും കണ്ടില്ലെന്ന് പഠിച്ച് കേരളത്തിനെതിരെയുള്ള ഒരു നീക്കമായിട്ട് തന്നെ വേണം ഇതിനെ കാണാൻ. ഇത്തരത്തിൽ ദേശീയ ദിനപത്രത്തിൽ വസ്തുതാവിരുദ്ധമായ വാർത്തകൾ വരുന്നത് തന്നെ അത്ഭുതപ്പെടുത്തുന്നതായും മന്ത്രി പി രാജീവ് പറഞ്ഞു.